സോ മക്കളെ, നമ്മൾ 14ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. 14ാമത്തെ ക്വസ്റ്റ്യനിൽ ചോദ്യം വന്നിരിക്കുന്നത് ഹൈഡ്രോ കാർബണിലാണ്. ഹൈഡ്രോ കാർബണും അതേപോലെ തന്നെ ഐസോമെറിസവും നോക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, രണ്ട് ഡിഫറെൻറ്റ് ചാപ്റ്ററിലെ രണ്ട് കൺസെപ്റ്റുകൾ ക്ലബ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ്റെ പാറ്റേണുകളെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ. അപ്പോൾ അതിൽപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ. പക്ഷേ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ മുൻപേ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ഇതിൽ ഈ ചാപ്റ്റർ നമുക്ക് ഇപ്പം ഹൈഡ്രോ കാർബൺ എന്ന് ഞാൻ സ്പെസിഫിക്കലി പറയാനുള്ള കാരണം, നമ്മൾ ഈ മോണോക്ലോറിനേഷനും അതേപോലെ തന്നെ ഈ ഫോട്ടോ ഹാലോജനേഷൻ എന്നൊക്കെ പറയുന്നത് നമ്മൾ അവിടെയാണ് പഠിച്ചിട്ടുള്ളത്. ഇതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഹാലോ ആൽക്കെയിൻസിലേക്ക് കൊണ്ടുപോയിട്ട് വെക്കാം. പക്ഷേ കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഹൈഡ്രോ കാർബണിലേക്ക് ഫിക്സ് ചെയ്യുന്നതാണ് നല്ലത്. സോ പ്രൊപ്പൈൻ മോളിക്യൂളിൽ നിങ്ങൾ ക്ലോറിനേഷൻ ചെയ്യുന്നു ഫോട്ടോ കെമിക്കൽ കണ്ടീഷനിൽ. അപ്പോൾ അത് ഡൈക്ലോറോ പ്രോഡക്റ്റ് ആയിട്ട് മാറുന്നു. രണ്ട് ഡൈക്ലോറോ പ്രോഡക്റ്റ് കിട്ടുന്നുണ്ട്, എക്സും വൈയും. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇപ്പോൾ CH3 CH2 CH3 ഇതാണ് നോർമൽ പ്രൊപ്പൈൻ. ഇതിനെ നമ്മൾ ഫോട്ടോ ക്ലോറിനേഷൻ ചെയ്യുന്നു. അപ്പോൾ രണ്ട് ഡൈക്ലോറോ പ്രോഡക്ട്സ് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ഡൈക്ലോറോ പ്രോഡക്ട്സ് എങ്ങനെ വേണമെങ്കിലും വരാം. അതിൽ പറയുന്നത് എക്സ് എന്ന് പറയുന്നത് ഒപ്റ്റിക്കലി ആക്റ്റീവാണ്. അപ്പോൾ ഒപ്റ്റിക്കലി ആക്റ്റീവായിട്ട് വരണമെങ്കിൽ CH2Cl CHCl CH3 ഇങ്ങനെ വരികയാണെങ്കിൽ ഇത് കൈറാലാണ്. അപ്പോൾ ഈ കൈറാൽ കാർബൺ കിട്ടണമെങ്കിൽ ഇങ്ങനെ വരണം. ഇങ്ങനെ വന്നാലേ അത് കൈറാല, സെൻട്രൽ കാർബൺ കൈറാലാവുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സ് നമുക്ക് കിട്ടി. വൈനെ കുറിച്ചൊന്നും പറയുന്നില്ല. ക്വസ്റ്റ്യൻ ഫെർദർ എക്സിനെ കുറിച്ച് തന്നെയാണ്. അപ്പം നമുക്കിത് മാത്രം മതി. ഇനി ഹൗ മെനി ട്രൈക്ലോറോ പ്രോഡക്ട്സ് വിൽ ബി ഒപ്റ്റെയിൻ ഫ്രം എക്സ്. അപ്പോൾ എക്സിൽ നിന്ന് എത്ര ട്രൈക്ലോറോ പ്രോഡക്ട്സ് കിട്ടുന്നതാണ് ചോദ്യം. അതായത് ഇനി ഒരു തവണ കൂടി നമ്മൾ ഒരു ക്ലോറിനേഷൻ ചെയ്യുകയാണെങ്കിൽ എത്ര ട്രൈക്ലോറോ പ്രോഡക്ട്സ് കിട്ടും. അപ്പോൾ പോസിബിൾ ട്രൈക്ലോറോ പ്രോഡക്ട്സ് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഇവിടെ ക്ലോറിനേഷൻ ചെയ്യാം. അവിടെ ക്ലോറിനേഷൻ ചെയ്യുമ്പോൾ CHCl Cl CHCl CH3 എന്നായി. ഓക്കെ, സോ ദിസ് കാർബൺ ഇസ് അഗെയിൻ കൈറാൽ. അപ്പോൾ ഇവിടുന്ന് നമുക്ക് അതിൻ്റെ D and L ഐസോമേഴ്സ് രണ്ടെണ്ണം കിട്ടും. ഇനി അടുത്ത് നമുക്ക് ഈ കാർബണിൽ തന്നെ എന്ത് ചെയ്യാം, ക്ലോറിനേഷൻ ചെയ്യാം. അപ്പോൾ ആ കാർബണിൽ ക്ലോറിനേഷൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക CH2Cl CCl CH3. അപ്പോൾ ഇതിൽ കൈറാൽ കാർബൺ ഒന്നുമില്ല. സോ ഇതിൽ ആകെ ഒരു ഫോം മാത്രമേ, ഒരു ഐസോമർ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ഇനി അടുത്തത് മൂന്നാമത്തെ, അതായത് ഈ കാർബൺ നമുക്ക് എന്ത് ചെയ്യാം, ക്ലോറിനേറ്റ് ചെയ്യാം. അപ്പോൾ ആ കാർബണിന് നിങ്ങൾ ക്ലോറിനേറ്റ് ചെയ്യുമ്പോൾ CH2Cl CHCl CH2Cl. അപ്പം ഇവൻ ഇപ്പോഴും കൈറാലാണോ? അല്ല. കാരണം എന്താ, LHSലും RHSലും രണ്ട് സൈഡിലും CH2Cl സെയിം ഗ്രൂപ്പാണ്. എന്ന് വെച്ചാൽ ഇവനിപ്പോൾ കൈറാലല്ല എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ആകെ നമുക്ക് ഒരു ഫോം മാത്രമേ കിട്ടുള്ളൂ. ഇപ്പോൾ ടോട്ടൽ എത്ര ഐസോമേഴ്സ് നമുക്ക് കിട്ടുന്നുണ്ട്? 4 ഐസോമേഴ്സ് കിട്ടുന്നുണ്ട്. ഇവിടെ D and L ഫോം, ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം. ടോട്ടൽ 4 is the right answer.